ഈ ഇസ്രായേലി പട്ടാളക്കാർ ഹമാസിൻ്റെ അല്ലെങ്കിൽ ഗസയിലുള്ള പട്ടിണി പാവങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്ന സ്ഥലത്തും പോയിട്ട് ഈ പറഞ്ഞ ഇസ്രായേലി സേന കൊന്നൊടുക്കുന്ന ദിവസവും 50, 100, 200 ആൾക്കാരെ ചുട്ടു കൊന്നിട്ടും അതുപോലെ തന്നെ വെടിവെച്ച് കൊല്ലുന്നതിന് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ പല എച്ചിൽ ചെറ്റകളും ഇതിനെ പല രീതിയിലും വളച്ചൊടിക്കാറുണ്ട്. അവന്മാർ പറഞ്ഞോട്ടെ, അവന്മാർക്ക് ഈ പറഞ്ഞ സംഘവാണങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടി അത് തിന്ന് ജീവിക്കുന്ന കാലം വരെ ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് പലതരത്തിലുള്ള നമ്മൾ IDF പുറത്തുവിട്ട ഡ്രോൺ ഷൂട്ടിങ്സും കാര്യങ്ങളും ഉണ്ട്. അതായത് ഹമാസിൻ്റെ ആളുകൾ തന്നെയാണ് ഈ പാവപ്പെട്ട ഗസയിലെ നിവാസികളെ കൊല്ലുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ വാർത്തകളൊന്നും കേൾക്കണ്ട എന്നാണ് പറയുന്നത്. എന്നിട്ട് പോലും ടൈംസ് ഓഫ് ഇസ്രായേൽ പോലത്തെ ഇസ്രായേലിൻ്റെ സ്വന്തം മീഡിയയിൽ ടൈംസ് ഓഫ് ഇസ്രായേലിൽ പോലും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസുകൾ. ഞാൻ ഈ സൈഡിൽ കുറച്ച് ന്യൂസുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ടൈംസ് ഓഫ് ഇസ്രായേലിൽ വന്ന ന്യൂസുകളാണ് ഞാൻ ഈ കൊടുക്കുന്നത്. ദ ഗാർഡിയനിലും ടൈംസ് ഓഫ് ഇസ്രായേലും. അതിൽ ഇസ്രായേലി ഫോഴ്സസ് കിൽ 11 പലസ്തീനി അവൈറ്റിംഗ് ഫുഡ് ട്രക്ക് സേ ഗസ ഒഫീഷ്യൽസ്. അതായത് ഈ ഫുഡ് ട്രക്കിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന പലസ്തീനിയൻ സിവിലിയൻസിനെയാണ് ഇവർ കൊല്ലുന്നത്. ടൈംസ് ഓഫ് ഇസ്രായേലിൽ വന്ന് 30 ജൂണിന് വന്ന IDF അഡ്മിറ്റ് കിൽ സെവറൽ ഗസൻ സിവിലിയൻസ് നിയർ 8 ഹബ്സ്. അതായത് അവിടെ ഒരു അമേരിക്കൻ ഇസ്രായേലി 8 ഹബ്ബുകൾ വെച്ചിട്ടുണ്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് 100% ഫുഡ് കൊടുക്കേണ്ടത് വെറും 5-10% ഫുഡ് കൊടുക്കുന്നിടത്ത് ആൾക്കാർ തിങ്ങിക്കൂടുന്ന സ്ഥലത്തോട്ട് വരുന്ന ആളുകളെ ചുട്ട് കൊല്ലുന്ന, വെടിവെച്ച് കൊല്ലുന്ന ഇസ്രായേലി സേന എത്ര പേരെ കൊന്നു എന്ന് ടൈംസ് ഓഫ് ഇസ്രായേലിൽ 30 വന്നു, ജൂൺ 30 വന്നിട്ടുള്ള വാർത്തയുണ്ട്. അതുപോലെ തന്നെ 3 ദിവസം മുമ്പ് വന്നിട്ടുള്ള വാർത്തയാണ് 32 said killed in IDF Gaza strikes. അതായത് 32 ആൾക്കാരെ കൊന്നു. അതിനുശേഷം 24 ജൂണിൽ വന്നിട്ടുള്ള ടൈംസ് ഓഫ് ഇസ്രായേൽ വന്നിട്ടുള്ള മറ്റൊരു വാർത്തയാണ് 44 said killed near Gaza 8 sites. അതായത് 8 സൈറ്റ്സിൻ്റെ അടുത്ത് വരുന്ന മറ്റ് 44 സിവിലിയൻസിനെ കൊന്നു. അങ്ങനെ പിന്നെ വേറെ ന്യൂസ് വരുന്ന ഡസൻ said kills in Gaza. IDF admit it has killed several civilians near 8 sites. ബാക്ക് ടു ബാക്ക് ആയിട്ട് വന്നത് ദിവസവും ഈ അതായത് ഫുഡിന് വാങ്ങിക്കാൻ വരുന്ന ആളുകളെ കൊല്ലുന്ന വാർത്തകളാണിത്. നമ്മുടെ നാട്ടിലെ ഹാർപ്പിക്കും മറ്റ് പല ചെറ്റകളും വന്നിരുന്നിട്ട് ഇത് കളവ് എന്ന് പറയുമ്പോൾ ഇസ്രായേലി പത്രങ്ങളും ഇൻ്റർനാഷണൽ ന്യൂസുകളും ഇത് പുറത്തു വിട്ടുകൊണ്ടിരിക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ നാട്ടിലെ സംഘപരിവാണങ്ങളുടെ മനസ്സിലുള്ള എത്രത്തോളം ക്രൂരന്മാരാണ് നമ്മുടെ സംഘപരിവാണങ്ങളും എച്ചിൽ ചെറ്റകളും നിങ്ങൾ മനസ്സിലാക്കണം.